let's make it better. What's the latest trend? Gotta post a selfie with a clever caption. ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ റമളാൻ 20 ഇന്നത്തെ ഡേ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, സ്പെഷ്യലായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു നോർമൽ ഡേ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 2-3 ദിവസമായിട്ട് വ്ളോഗ് എടുത്തിട്ടില്ല. കാര്യം നല്ല മടിയാണ്. ഒന്നാമത്തെ കാര്യം നല്ല മടിയുണ്ട്. പിന്നെ നമ്മൾ ഈ റൂമിൽ നിന്ന് ജസ്റ്റ് റൂം എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് വേറൊരു റൂമിലോട്ട്. അപ്പം ഇൻഷാ അല്ലാ, അപ്പം നമ്മൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളും ബിസി ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ച പോലെ വ്ളോഗ് എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റാത്തത്. അപ്പോൾ ഞാൻ എണീറ്റ് ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അലക്കി വെച്ചതായിരുന്നു. ഇനി ഉണക്കാനാണ്. ഇപ്പം ഞാൻ ഉണക്കിയിടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണക്കിയിട്ട് അയലിടുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, കഴിഞ്ഞിട്ട് കാണാം. അപ്പം നല്ല മഴയുടെ കോള് കാണുന്നുണ്ട് കേട്ടോ. നല്ല മഴക്കാറുണ്ട് പുറത്ത്. ഇറങ്ങി നോക്കിയപ്പോൾ മഴ പെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. അപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹസ്ബൻഡ് കട്ട് ചെയ്ത് തന്നു കേട്ടോ. വലിയ ഒരു ചിക്കൻ മൊത്തത്തിലുള്ളതായിരുന്നു. അതെനിക്ക് എന്തോ കട്ട് ചെയ്യാൻ ഭയങ്കര ഒരു പ്രയാസമാണ്. അപ്പം മൂപ്പര് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ നമ്മൾ പാത്രങ്ങളൊക്കെ കുറിച്ചുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. ഇപ്പം സമയം ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ട്. നമ്മളിവിടെ എണീക്കുന്നത് തന്നെ ഒരു 1 o'clock, അതായത് ഒരു 1 മണി ആയിട്ടുണ്ട് ഞാൻ ഇന്ന് എണീറ്റപ്പോൾ തന്നെ. ആ സമയത്തെ പുറത്ത് വെയിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ വെളിച്ചമോ ഒക്കെ കുറവാണ്. നല്ല മഴയുടെ കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. ഇത് തലേദിവസത്തെ സുഹൂറിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ. ഞാൻ കഴുകാണ്ട് വെച്ചിരുന്നത് തന്നെയാണ്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 1 മണിയൊക്കെ ആയിട്ടുണ്ട് എണീറ്റപ്പോൾ, അപ്പോഴാണ് കഴുകുന്നത്. അങ്ങനെ നമ്മൾ കുക്കറിൽ എമി ബേബിക്കുള്ള കഞ്ഞിയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അങ്ങനെ അത് വെച്ചിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള കറി ഉണ്ടാക്കാനുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് വെക്കും. ഉള്ളി, പൊട്ടാറ്റോ, അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഈ ടൈം പോകുന്ന ചില ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് വെക്കും. അതിനുശേഷം ഞാൻ കുളിയും നമസ്കാരമൊക്കെ കഴിഞ്ഞ് വരികയാണ് ചെയ്യാറ്. അപ്പോൾ ഓക്കെ, നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. ബൈ. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മളെ കുക്കിങ്ങിന് വേണ്ടിയില്ല, അല്ലെങ്കിൽ വൈകുന്നേരത്തെ കുക്കിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. ബൈ. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളി കഴിഞ്ഞ് ഇനി നമ്മൾ റൂമിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ജസ്റ്റ് 2 സ്ക്രീം മാത്രമേ യൂസ് ചെയ്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, നേരെ കിച്ചണിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ കിച്ചണിൽ കാണാം. അങ്ങനെ ഞാൻ നമ്മുടെ ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാഗ്നേഷൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. ഗ്രേവി എന്ന് പറഞ്ഞാൽ ചിക്കൻ വരട്ടുക എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിതിൽ പ്രത്യേകിച്ചൊരു റെസിപ്പി കാണിക്കുന്നില്ല. ചിക്കൻ വരട്ടുന്ന റെസിപ്പി പ്രത്യേകിച്ച് ആർക്കും കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പാർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ആർക്കും കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ റെസിപ്പി ചോദിച്ചാൽ ഞാൻ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പിന്നെ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട്. പിന്നെ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെയിൻ റെസിപ്പീസൊന്നും കാണിക്കാഞ്ഞേ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നും കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. ഈ നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നമ്മൾ ഇങ്ങനെ പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ നമ്മളത് ഒരു ചിക്കൻ റോളാക്കുകയാണ്. ചിക്കൻ റോൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് റോളാക്കുകയാണ്. ചെറിയ റോളാട്ടോ, നമ്മളൊരു ഫിംഗറിൻ്റെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ റോൾ ആക്കിയിട്ടുണ്ട്. അതായത് ഈ ചിക്കനിലേക്ക് നമ്മൾ പൊട്ടാറ്റോ പിന്നെ ഉള്ളി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു മസാലയാക്കി ചേർത്തിട്ടുണ്ട്. ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ചിക്കൻ റോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കെന്നല്ല, എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ റോൾ ഉണ്ടാക്കുന്നുണ്ട്. കൂടെ നമ്മൾ ജ്യൂസ് മേക്കർ നമ്മുടെ ബ്രദറാണ്. അപ്പോൾ ജ്യൂസ് ആളടിക്കും. അങ്ങനെ
ജ്യൂസ് കാക്കടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാ 20ാമത്തെ നോമ്പ് നമ്മൾ പറക്കാണ്. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അപ്പോൾ നമ്മൾ 20ാമത്തെ നോമ്പ് പറഞ്ഞു. അപ്പം അൽഹംദുലില്ലാ നമ്മുടെ 20ാമത്തെ നോമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ നാളെ ആയിരിക്കുമല്ലോ 20. അപ്പോൾ ഇനിയൊന്ന് ഉറങ്ങിയാൽ മതി എന്ന് തോന്നിയിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ് കേട്ടോ. ഇനിയൊന്നും പ്രത്യേകിച്ച് വീഡിയോയിൽ ആഡ് ചെയ്യാനില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ക്യാൻ ലൈക്ക് മൈ വീഡിയോസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.